കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പഴയ 10 മുസ്ലിം പള്ളികളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പൂർണ്ണമായും പുനർനിർമ്മിച്ച പള്ളികളും വെള്ളിയാഴ്ചകളിൽ ജുമുഅ നടക്കാത്ത ചെറിയ പള്ളികളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് മാടായിപ്പള്ളിയും കക്കുളങ്ങരപ്പള്ളിയും ഇതിൽ ഉണ്ടാകില്ല. 10-ാമത്തേത് പാമ്പുരുത്തി ജുമാ മസ്ജിദ്. കണ്ണൂരിൽ നിന്നും 14 കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത്. 9-ാമത്തേത് ആരത്തിൽ ജുമാ മസ്ജിദ്. പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ആരത്തിൽ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. വേറെയും ഓൾഡ് പള്ളികൾ കണ്ണൂർ ജില്ലയിലുണ്ട്. ആദ്യത്തെ 10 ഫുള്ളായതുകൊണ്ട് അവയൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. എട്ടാമത്തേത് കപ്പാലം മസ്ജിദ്. തളിപ്പറമ്പ് പട്ടണത്തിൽ കപ്പാലത്താണ് കപ്പാലം മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഏഴാമത്തേത് ചാലിൽ മസ്ജിദ്. തലശ്ശേരി പട്ടണത്തിൽ കടൽപ്പാലത്തിന് അടുത്താണ് ചാലിൽ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തേത് ആയിക്കര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ്. കണ്ണൂരിൽ ആയിക്കര ഹാർബറിൻ്റെ തൊട്ടടുത്താണ് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. അഞ്ചാമത്തേത് പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ്. പെരിങ്ങത്തൂർ ടൗണിലാണ് പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. തലശ്ശേരിയിൽ നിന്നും 13 കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത്. നാലാമത്തേത് ഇരിക്കൂർ വലിയ ജുമാ മസ്ജിദ്. ഇരിക്കൂർ പാലത്തിൻ്റെ തൊട്ടടുത്താണ് ഇരിക്കൂർ വലിയ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തേത് തളിപ്പറമ്പ് ജുമാ മസ്ജിദ്. തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിലാണ് തളിപ്പറമ്പ് ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തേത് ഓടത്തിൽ പള്ളി. തലശ്ശേരി പട്ടണത്തിലാണ് ഓടത്തിൽ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഒന്നാമത്തേത് സിറ്റി ജുമാ മസ്ജിദ്. കണ്ണൂർ സിറ്റിയിലാണ് സിറ്റി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്.
ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.